ടൂറിസ്റ്റ് ബസ്സിലെ മോഡിഫിക്കേഷൻ മോഹികൾക്ക് ഒരു എട്ടിന്റെ പണി വന്നിട്ടുണ്ട്. പൂക്കിയുടെ വാക്കും കേട്ട് സ്വന്തം പോക്കറ്റിലിരുന്ന പണം ചെലവാക്കി നല്ല സ്പീക്കറൊക്കെ വെച്ച് പാട്ട് കേൾപ്പിക്കാൻ തയ്യാറായിരുന്ന ബസ് മുതലാളിമാർ, ബസ് ജീവനക്കാർ, നിങ്ങൾ ദേ കേട്ടോളൂ. തെരഞ്ഞെടുപ്പ് കാലത്ത് തന്ന ആ മോഹന വാഗ്ദാന വിസ്മയത്തിന് ശേഷം അടീക്കുട എങ്ങനെയാണ് പണി തരുന്നതെന്ന് ഇപ്പോ ഗതാഗത മന്ത്രി CP ജോൺ ഒരു കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മോഡിഫിക്കേഷന്റെ കാര്യം അത് പറയാം. ഗുഡ് ക്വസ്റ്റ്യൻ. അതുപോലെ ഡിസ്കസ് ചെയ്തു. ഈ മോഡിഫിക്കേഷനില് അവര് തന്നെ പറയും വോക്കൽ എന്നൊരു സംഭവമുണ്ട്. എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം എന്നറിയോ? വലിയ സ്പീക്കറുകൾ പുറത്തേക്ക് കേൾപ്പിച്ചിട്ട് ഒരു കുട്ടി മരിച്ചുപോയി, വണ്ടിയിൽ പാട്ട് വെച്ച് പുറത്തു നിന്ന് നൃത്തം ചെയ്ത വണ്ടി സ്റ്റാർട്ടായി അല്ലേ? ഒരു കാര്യം ഞാൻ കർശനമായിട്ട് പറയാം, ഈ ഗവൺമെന്റ് പൊതുവിൽ വളരെ പെർമിറ്റിംഗ് ഗവൺമെന്റാണ്, അല്ല അനുവദിക്കുന്ന ഗവൺമെന്റാണ്. ലിമിറ്റ് ചെയ്ത് പോവല്ല. പക്ഷേ നമ്മൾ കൊടുക്കുന്ന പെർമിഷൻസ്, നമ്മൾ കൊടുക്കുന്ന മൃദുഭാവത്തിലുള്ള അനുവാദങ്ങൾ ദുരുപയോഗപ്പെടുത്തുകയും ദുരന്തങ്ങളിലേക്ക് നീങ്ങുകയും ചെയ്താൽ കർശനമായ നടപടികളുണ്ടാവും, വാഹനം കണ്ടുകെട്ടും. അതുകൊണ്ട് വോക്കൽ വെച്ചവരൊക്കെ, ആ ചോദ്യം ചോദിച്ചത് നന്നായി, വോക്കൽ വെച്ചവരൊക്കെ വേഗം അഴിച്ചോളണം. ഏത് സമയത്തും വാഹനം പിടിക്കും. അത് ബാക്കിയുള്ള മോഡിഫിക്കേഷൻസ് ഒക്കെ നമുക്ക് കളർ മാറ്റി തുടങ്ങിയിട്ടുള്ള അതൊക്കെ അനൗൺസ് ചെയ്യാം. ടെക്നിക്കലായിട്ട് നമ്മൾ പത്രസമ്മേളനത്തിലല്ലാത്ത പറയേണ്ടത് അല്ലെ? അത് പറയുമല്ലോ, അത് കൃത്യമായിട്ട് അത് അനുവദിക്കുന്നുണ്ട്, അത് പറയുന്നതാണ്. അപ്പൊ എല്ലാവർക്കും നന്ദി. നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. താങ്ക് യു. കേട്ടല്ലോ, വല്ല കാര്യം ഉണ്ടായിരുന്നു. വാക്ക് കൊടുത്ത ആൾക്കാരെ ഒരുമാതിരി പൂക്കിത്തരം കാണിക്കുമെന്ന് പറഞ്ഞു കേട്ടിട്ടില്ലേ? ആ പൂക്കിത്തരമാണ് ഇപ്പോൾ നിങ്ങൾ കേട്ടത്. ഇന്നലകളിൽ മോഡിഫിക്കേഷൻ പറഞ്ഞിട്ടുണ്ടോ? അതൊക്കെ ചെയ്യാനാണല്ലോ ഞങ്ങൾ വന്നിരിക്കുന്നത്. അങ്ങനെയാണ് കഴിഞ്ഞ 1.5 മാസത്തിനിടയിൽ 4 കോടി രൂപയിൽ പരമാണ് പാവപ്പെട്ട ഈ നാട്ടിലെ ജൻസികളിൽ നിന്ന് മോഡിഫിക്കേഷൻ ചെയ്തോളൂ എന്ന് ആക്ഷൻ ഇട്ടുകൊടുത്ത് പിടിച്ചു വാങ്ങിയത്, അല്ലെങ്കിൽ പിടിച്ചു പറിച്ചത്. അതിനുശേഷമാണ് മോഡിഫിക്കേഷൻ ഞങ്ങൾ അനുവദിക്കും, അതിനെ സംബന്ധിച്ച് പഠനം നടത്തുകയാണ്. പഠനം നടത്തിയതിനു ശേഷമാണ് ഇപ്പൊ പറയുന്നത് ആ സ്പീക്കറൊക്കെ അഴിച്ചു മാറ്റിക്കോ, അല്ലെങ്കിൽ കർശന നടപടി ഉണ്ടാകും അത്രേ. ഇന്നലകളിൽ ഈ നാട്ടിലെ നിയമങ്ങൾ കർശനമായി പാലിക്കണമെന്ന് പറഞ്ഞൊരു മുഖ്യമന്ത്രിയുണ്ട്. പൊതുജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നതൊന്നും വേണ്ട, നിങ്ങൾ നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തോളൂ, അതിന് യാതൊരു തടസ്സവുമില്ല. പിന്നെ ചെറിയ തോതിലൊക്കെ നിങ്ങൾ ആഘോഷങ്ങളുടെ ഭാഗമായി ലൈറ്റ് ഫിറ്റ് ചെയ്താലും അല്ലെങ്കിൽ ശബ്ദമുയർത്തിയാലൊന്നും ആരും പിടിക്കാൻ വന്നിരുന്നില്ല. ഇതിപ്പോ അധികാര കസേരയിലെത്താൻ എന്ത് ചെയ്യണം? ഈ മണ്ടന്മാരായിട്ടുള്ള ബസ് ജീവനക്കാരുണ്ട്, യവന്മാർക്ക് ഈ മോഡിഫിക്കേഷൻ വലിയ താല്പര്യമാണ്. അപ്പൊ അതെന്ത് ചെയ്യണം? നമ്മൾ മനസ്സിലാക്കിയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ അവസരം തരാം, എന്നെ ഒന്ന് ജയിപ്പിച്ചാൽ മതി, ഈ രീതിയിൽ പറഞ്ഞു പറ്റിച്ച് അവരെ വോട്ടും വാങ്ങിയതിനു ശേഷം ഇങ്ങനെയൊക്കെ കർശന നിയമം നടപ്പാക്കുമെന്ന് പറയുമ്പോൾ എങ്ങനെയാണ് വിശ്വാസവഞ്ചന ജനങ്ങളോട് കാട്ടി ഒരു സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം വാക്കൊക്കെ എന്ന് പറഞ്ഞാൽ ഞങ്ങളെ സംബന്ധിക്കുന്നിടത്തോളം ചില നേട്ടങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്. അത് കഴിഞ്ഞ ആ വാക്കും പിടിച്ചുകൊണ്ട് ഒരുത്തനും വരണ്ട. അതിന്റെ പേരിൽ ഏതെങ്കിലുമൊക്കെ മോഡിഫിക്കേഷൻ നടത്തിയിട്ടുണ്ടെങ്കിൽ എടുത്ത് മാറ്റിക്കോ, അല്ലെങ്കിൽ വിവരം അറിയുമെന്ന് പറയുമ്പോൾ എന്തൊരു വഞ്ചനയാണ് ഈ നാട്ടിലെ മോഡിഫിക്കേഷൻ സ്നേഹികളോട് കാട്ടിയതെന്ന് നാട് കേൾക്കേണ്ടതാണ്. ഇതിനോടൊപ്പം തന്നെ നേരത്തെ പ്രൈവറ്റ് ബസ് മേഖലയ്ക്ക് പണി കൊടുത്ത് നാമാവശേഷമാക്കിയതിനു ശേഷം അടുത്ത ടൂറിസ്റ്റ് ബസ് മേഖലയിലേക്ക് കടന്നിട്ടുണ്ട്. അവരെ കൂടി ഫൈൻ അടിച്ച് കുത്തുപാള എടുപ്പിച്ച് കഴിയുമ്പോൾ ഇന്നലകളിൽ പടക്കം പൊട്ടിച്ചവരും സ്പെഷ്യൽ ഫുഡ് കഴിക്കാൻ പോയവർക്കെല്ലാം ഹൃദയത്തിൽ ഒരു പ്രത്യേക നിർവൃതി ഉണ്ടാകും. കാര്യം ശരിയായ രീതിയിൽ പ്രവർത്തിച്ചിരുന്നതിനെ പുറത്താക്കാനായിട്ട് നിങ്ങൾ വഴിവിട്ട വാക്കുകൾ കേട്ട് പ്രവർത്തിച്ചു. ഏറ്റവും ഒടുവിൽ അതിന്റെ പണി നിങ്ങൾ തന്നെ അനുഭവിക്കുന്നു. അതാണ് ഇപ്പോൾ കാണുന്ന പൂക്കി വിസ്മയം.